ഈയിടെയായിട്ട് ഒരുപാട് ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും ഞാൻ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്, പലതരത്തിലുള്ള സിഗ്നൽസ് കാണാറുണ്ട്, അല്ലെങ്കിൽ സയൻസ് കാണാറുണ്ട്. ഞാൻ ഇതുവരെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒന്നും കണ്ടിട്ടില്ല. ഇനി എനിക്കെന്തെങ്കിലും പ്രശ്നമുള്ളതാണോ, അതോ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം എന്നോട് ഏറ്റവും അടുത്ത് നിന്ന് പെരുമാറുന്നത് കൊണ്ടാണോ എനിക്കങ്ങനെ തോന്നുന്നത്, കാണാൻ പറ്റുന്നത്, കേൾക്കാൻ പറ്റുന്നത്? ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരുന്നത്, ഒരു പക്ഷേ നിങ്ങളും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടാവും, ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഏറ്റവും സാധാരണഗതി കാണുന്നതും, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഇതൊരു ജസ്റ്റ് ക്രേസി തിങ്, ചെറിയൊരു വട്ട് പോലെ തോന്നും. സോ മോസ്റ്റ് കോമൺലി കാണാൻ പറ്റുന്ന 10 അടയാളങ്ങൾ, നിങ്ങൾ ആത്മീയമായി ഉണരുകയാണ് എന്ന് സൂചിപ്പിക്കുന്ന 10 അടയാളങ്ങൾ. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ഐ എം സീരിയസ് അബൌട്ട് ഇറ്റ്. ഇത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണുക. ഈ പറയുന്ന 10 കാര്യങ്ങളിൽ, 10 അടയാളങ്ങളിൽ നിങ്ങൾ സ്ഥിരമായി കാണുന്ന അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും ഇപ്പോൾ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ റിലേറ്റഡുള്ള സംശയങ്ങൾ ചോദിക്കാം. ഫ്രീ ട്രെയിനിങ്സ് ഉണ്ട്. എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഒട്ടും വൈകേണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നത് 10 അടയാളങ്ങളാണ്. നിങ്ങൾ ആത്മീയമായി ഉണർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഉണർവിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന 10 അടയാളങ്ങൾ. സോ ഒട്ടും വൈകിക്കുന്നില്ല. ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ ഒറ്റയ്ക്ക് സമയം ആസ്വദിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, അതായത് എൻജോയ് ടൈം അലോൺ. നിങ്ങളുടെ ആത്മീയ ഉണർവിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലും തോറും നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ തട്ടി വീഴാറില്ല. സോ എക്സ്റ്റേണൽ തിങ്സ് ഒക്കെ ജസ്റ്റ് എക്സ്റ്റേണൽ തിങ്സ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈമും, കൂടുതൽ സമയവും നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാലും ആ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആസ്വദിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് തയ്യാറാവും. ഒരിക്കലും അതൊരു പ്രശ്നമേ അല്ല. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ സോഷ്യലുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിരിക്കും. ഒരുപാട് തരത്തിൽ അവരോടൊപ്പം സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രമായിരിക്കും സൗഹൃദം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആൾക്കാരെ തോന്നും, ഞാൻ ഇൻട്രോവേർട്ട് ആണോ, എനിക്കെന്ത് പറ്റി, ഞാൻ എന്നിലേക്ക് ചുരുങ്ങിയാണല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. അതുകൊണ്ട് അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളെ തേടി ഇറങ്ങുന്നതാണ്. ഓക്കെ, സോ അതിൽ ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ആത്മീയ ഉണർവിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ പറയുന്നത്. ഈ രണ്ടാമത്തെ സൈൻ നോക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിന്റ് എന്താണ് നോക്കാം. നിങ്ങൾ എല്ലാ സ്ഥലത്തും പലതരത്തിലുള്ള അടയാളങ്ങൾ കാണും. ലൈക്ക് യു സീ സൈൻസ് എവരിവെയർ യു ഗോ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എവിടെയൊക്കെ പോകും അവിടെ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യാം, അടയാളങ്ങൾ കാണും. പല സമയങ്ങളിലും 111, 1111, 333, 3333 ഇതുപോലെയുള്ള നമ്മുടെ ഏഞ്ചൽ നമ്പേഴ്സ് കാണും. ചിത്രശലഭങ്ങൾ, ബട്ടർഫ്ലൈസ് ഒരുപാട് കാണും. റെയിൻബോ, മഴവില്ല് കാണും. അപ്പോൾ ഇതുപോലെ പലതരത്തിലുള്ള സയൻസ് നിങ്ങൾ കാണും. നിങ്ങൾ സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ അതിൽ വെറിയിടാണ്ടായാലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ദാറ്റ്സ് എ നോർമൽ തിങ്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ ആത്മീയമായി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ആത്മീയയിലേക്ക് നിങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇതൂടെ വ്യക്തമായിട്ട് പറയണമെങ്കിൽ നിങ്ങൾ പ്രപഞ്ചവുമായുള്ള ആ ദൈവീകതയിൽ കണക്റ്റഡ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഈ സയൻസ്, അല്ലെങ്കിൽ അടയാളങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അവബോധ നിലവാരം എന്ത് ചെയ്യുന്നു, ഉണർത്താനും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ്സ് നോ റിയാക്ഷൻ. അതായത് പ്രതികരണം ഒന്നും തന്നെ കാണത്തില്ല. അതായത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാർ എപ്പോഴും പരാതികൾ പറയും, കരയും, സങ്കടങ്ങൾ ഷെയർ ചെയ്യും. ജസ്റ്റ് ഡു ഇറ്റ് വാട്ട് എവർ ദേ വാണ്ട്. അവർക്ക് എന്താണ് തോന്നുന്ന സമയത്ത് അവരങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മുടെ യൂണിവേഴ്സുമായിട്ട് സ്പിരിച്വലി നമ്മൾ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അതിലൊന്നും ബോധേഡാവാറില്ല. ആക്ച്വലി ഈവൻ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നാൽ പോലും നമ്മൾ അതിലെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ നമ്മൾ പോകത്തില്ല. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായി ചിന്തിക്കും, എനിക്കെന്താ പറ്റി, ആക്ച്വലി എനിക്ക് എന്താ ഇവരായിട്ട് ഇമോഷൻ, അതായത് ആ സമയത്തുള്ള ആ ഇമോഷൻ എന്തുകൊണ്ട് എനിക്ക് കണക്റ്റ് ആകുന്നില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, എനിക്കെന്ത് പറ്റുമോ, അവർ കരയുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ തോന്നുന്നില്ല, എനിക്കിതൊന്നും ഫീൽ ആവുന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണ് ഇമോഷൻസ് വരുന്നത് ചോദിച്ചാൽ, നമ്മൾ ഏതെങ്കിലും കാര്യമായിട്ട് അറ്റാച്ച് ആകുമ്പോഴാണ് നമുക്ക് ഇമോഷൻസ് വരുന്നത്. സോ സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറ്റാച്ച്മെൻറ്റ് കുറയും. സോ അറ്റാച്ച്മെൻറ്റ് കുറയുമ്പം ഇമോഷൻസും കുറയും.
അതുപോലെ തന്നെ നിങ്ങൾ ആ സമയത്ത് എപ്പോഴാണോ ഈ അവേക്ക് വരുന്നത്, നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതായത് നമ്മൾ ഇതിൽ നിന്നൊക്കെ അറ്റാച്ച്മെൻറ്റ് മാറി ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ ആകുമ്പം ഒന്നും തന്നെ ഔട്ടർ കാര്യങ്ങളിൽ നിന്ന് നമുക്കൊന്നും തന്നെ ഇൻഫ്ലുവൻസ്ഡ് ആവത്തില്ല നമ്മൾ. ബിക്കോസ് നമുക്ക് നമ്മുടെ സെൽഫിനെ അറിയാം, നമ്മുടെ സെൽഫിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, റൈറ്റ്? ഈ 4ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. സ്മോൾ ടോക്ക് ഫ്രസ്ട്രേഷൻസ് പറയുമ്പോൾ നമുക്ക് സംസാരം കേൾക്കുമ്പോൾ ഒരു നിരാശ തോന്നി തുടങ്ങും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ പണ്ടത്തെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കത്തില്ല, സംസാരിക്കാൻ പോകത്തൊന്നുമില്ല. ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ പഴയ സ്കൂൾ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കോളേജ് ഫ്രണ്ട്സൊക്കെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴോ അവർ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, എന്താടാ നിനക്കിപ്പം പഴയതുപോലെ ഒരു അടുപ്പമില്ല, ഒരു ഡിസ്റ്റൻറ്റ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ അതിന് മുന്നേ തന്നെ നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും, എന്താണ് ഈ ക്രേസി തിങ്സ് ഒക്കെ പറയുന്നത്, എന്താണ് ഞാൻ എന്തിനാ ആക്ച്വലി ഇവിടെ വന്നിരിക്കുന്നത്, ഇതൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ എനിക്ക് ആക്ച്വലി. സോ അപ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഇത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് ചോദിക്കും, എന്താ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ നമുക്ക് തമ്മിൽ. ഇവിടെ മെയിനായിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ലെവലിൽ നിന്നും നമ്മൾ ഉയരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ്? സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഓരോ ലെവലും നമ്മുടെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. സോ അതിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ക്യാപ്സുളായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ നടത്തുന്നതായിരിക്കും ഈ സ്പിരിച്വൽ അവേക്ക് ഉണ്ടായ ആൾക്കാർക്കൊക്കെ നടക്കുന്നത്. ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ലേ, ഈ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അവരാവശ്യമുള്ളപ്പോൾ മാത്രമേ വായ തുറന്ന് സംസാരിക്കാറുള്ളൂ, ആവശ്യമുള്ളത് മാത്രമേ കേൾക്കാറുള്ളൂ. ശ്രദ്ധിച്ചിട്ടില്ലേ? ദാറ്റ് സെയിം തിങ്. ഇനി 5ാമത്തെ പോയിന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മറ്റുള്ളവരുടെ വികാരങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. അതായത് സ്റ്റാർട്ട് ഫീലിംഗ് അതേഴ്സ് ഇമോഷൻസ്. ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആരെങ്കിലും അവരുടെ ഉള്ളിലുള്ള കാര്യം പറഞ്ഞതിൽ പോലും അവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലിംഗ്, അവരനുഭവിക്കുന്ന ആ ഒരു പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ പറയും അങ്ങോട്ട്. ചില സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് ടെലിപ്പത്തിക്ക് വർക്കാവും. ഈ മറ്റൊരു വശത്ത് നോക്കിയാലോ, നിങ്ങളിപ്പോൾ നിങ്ങളൊരു സുഖത്തിനോട് സംസാരിക്കണം, എടാ എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ പറയും, നോ, അല്ല, എനിക്ക് എന്തോ പറ്റിയല്ലോ, എന്തോ പറ്റി, പറ, എന്നോട് ഷെയർ ചെയ്യും എന്ന് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അത് അവരപ്പോൾ എന്ത് ചെയ്യും? പറയും, എന്തോ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന്. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള സൂപ്പറായിട്ടുള്ള ആ ഒരു നാച്ചുറൽ പവർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല അതൊരു സ്പിരിച്വൽ ഗിഫ്റ്റും കൂടെയാണ്. നമുക്ക് ടോട്ടൽ ഫൈനായിട്ടുള്ള കാര്യം, അത് ഒരു ദൈവത്തിൻ്റെ നമുക്ക് തന്ന ഒരു അനുഗ്രഹം കൂടെ. അപ്പോൾ അതുകൊണ്ടത് മനസ്സിലാക്കുക. ഇനി 6ാമത്തെ സൈൻ എന്താണെന്ന് നോക്കാം. ഡിസയർ ഫോർ വേൾഡ് പീസ്. ലോകം സമാധാനത്തിലേക്ക് നിൽക്കാനായിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം. കേട്ടിട്ടില്ലേ? ചില ആൾക്കാർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് പീസ്, ലവ്, സ്പ്രെഡ് ലവ് എന്നൊക്കെ പറയും. അതായത് സ്നേഹം എല്ലായിടവും കൊടുക്ക്, അങ്ങോട്ട് സ്നേഹം ഇങ്ങോട്ട് വാങ്ങര്, നമുക്ക് ലോകത്തിൻ്റെ സമാധാനം അത്യാവശ്യം, ഇങ്ങനെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് നോക്കി, നമ്മുടെ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ വന്നു, പ്രപഞ്ചം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം തന്നു, സ്നേഹം തന്നു, കരുണ തന്നു, എവറിത്തിങ് ഈസ് ഗിവൻ, എല്ലാം നമുക്ക് തന്നു. സോ ഇത് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് വരും, റൈറ്റ്? ഇതിലൂടെ ദേഷ്യമില്ല, എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവർക്കും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, ആരുമായിട്ട് വെറുപ്പില്ല, ജസ്റ്റ് പീസ്, സമാധാനം. ഇനി 7ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവില്ല. എന്താ ചെയ്യുന്നത്? ഡോണ്ട് കെയർ വാട്ട് അതേഴ്സ് പീപ്പിൾ തിങ്ക്. മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നിലവിൽ സാഹചര്യം നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിളിനും പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപകർഷത ബോധമാണ്. അതായത് മറ്റുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും. നമ്മൾ ജീവിക്കുന്നത് തന്നെ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നോർമൽ പീപ്പിളിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സോ മറ്റുള്ള ആൾക്കാരെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ നമ്മൾ ജീവിക്കും. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 7ാമത്തെ പോയിന്റ്, സ്പിരിച്വലി ആയിട്ട് അവേക്ക് നടക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറ്റുള്ള ആൾക്കാരെ കുറിച്ച് എന്താണ് അവർ വിചാരിക്കണമെന്ന് ധാരണയില്ലാതെ അവർ ജീവിക്കും. എങ്ങനെയാണ്? അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം അവരിഷ്ടമുള്ള പോലെ ധരിക്കും. മാന്യമായ രീതിയിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ആ രീതിയിൽ നിന്ന് സംസാരിക്കും നന്നായിട്ട്. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമായിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യും. ആര് എങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന് അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വെറീഡ് ആവത്തില്ല. അപ്പോൾ ഇതൊക്കെ എപ്പോഴാണ് നമുക്ക് തോന്നുന്നത്? ഒന്നിനെക്കുറിച്ച് ബോധേഡ് ആവാത്ത ഒരവസ്ഥ എന്ന് വെച്ചാൽ സ്പിരിച്വലി അവേക്കായി തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ചും ബോധേഡ് ആവാറില്ല. ഇതും ഒരു വലിയൊരു സൈനാണ്.
ഇനി 8ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. ഈ 8ാമത്തെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു വിചിത്രമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ചില സമയത്ത് നിങ്ങളെ കണ്ണാടി നോക്കുമ്പം മറ്റൊരാൾ നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. സംടൈംസ് തികച്ചും ഒരു വിചിത്രമായിട്ടുള്ള കാര്യമാണ്. മേ ബി നിങ്ങളിത് കേൾക്കുക തന്നെ നിങ്ങൾ ചിരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ എന്നെ കണ്ണാടിയോട് നോക്കുമ്പോൾ മറ്റൊരാൾ എങ്ങനെയാണ് കാണുന്നത്, റൈറ്റ്? ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലെവൽ ഓഫ് കോൺഷ്യസ്നസ് വർദ്ധിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഡിറ്റേഷനും അതുപോലെ മിറർ ടെക്നിക്കും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പം പതുക്കെ മനസ്സിലാവും നിങ്ങൾ ഫിസിക്കലി കാണുന്ന ഒരു വ്യക്തി അല്ല. നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ അവേക്ക് നടക്കുമ്പോൾ നിങ്ങൾ ഈ ഫിസിക്കലി കാണുന്നതിനപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. ആഴത്തിൽ ശക്തമായി നിങ്ങൾ നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് സംതിങ് ഈസ് ബിഹൈൻഡ് ഇറ്റ്, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. പക്ഷെ നിങ്ങൾക്ക് ഒരു അപരിചിതനായിട്ട് തോന്നും, അല്ലെങ്കിൽ പരിചയമുള്ള ഒരു അപരിചിതനായിട്ട് നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഫേസ് ആയിരിക്കും നിങ്ങൾ നോക്കുന്നത്, പക്ഷേ നിങ്ങളുടെ ഫേസ് അല്ലല്ലോ, ഇത് മറ്റൊരു ഫേസ് ആയിട്ട് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ തോന്നും. അത് ദാറ്റ്സ് എ നോർമൽ തിങ്. നിങ്ങൾ കുറച്ചുകൂടെ ഇത് ആക്ച്വലി എല്ലാവർക്കും ഉള്ളതാണ്. ബട്ട് ഇത് എപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്പിരിച്വൽ അവേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, മേ ബി ഇറ്റ്സ് സ്ട്രെയിൻ തിങ് അല്ല, റൈറ്റ് അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വിചിത്രമായി തോന്നിയിട്ടുണ്ടാവും. ഇനി 9ാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. യു സ്മൈൽ ഫോർ നോ റീസൺ. നിങ്ങൾ ഒരു ആവശ്യമില്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കും എപ്പോഴും. അതായത് ഒരു കാരണം കാണത്തില്ല, പക്ഷേ നിങ്ങളുടെ ആ മുഖത്ത് എപ്പോഴും ആ പുഞ്ചിരി ഉണ്ടാവും. നിങ്ങൾ അത്രത്തോളം ഹാപ്പിയാണ്. പലപ്പോഴും നിങ്ങളത് ഫേസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ വെറുതെ ചിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഹാപ്പിയാണ് ഞാൻ, എത്ര ഗ്രേറ്റ്ഫുള്ളാണ് ഞാൻ, എത്ര അനുഗ്രഹീതനാണ് ഞാൻ. സോ നിങ്ങൾ ജസ്റ്റ് ഹാപ്പി ആയിരിക്കും. ഒന്നിനെയും കുറിച്ച് വെറീഡ് അല്ലാതെ, ഒന്നിനെയും കുറിച്ച് പരാതികളില്ലാതെ ജസ്റ്റ് ബി ഹാപ്പി. മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈബ്രേഷൻ ഹയറിലാണ് നിൽക്കുന്നത്, നിങ്ങളെ യൂണിവേഴ്സുമായിട്ട് പ്രപഞ്ചവുമായിട്ട് അത്ര കണക്റ്റഡ് ആണ് എന്നൊക്കെയാണ്. അപ്പോഴാണ് നിങ്ങൾ വൈബ്രേഷൻ ഹൈയിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും, ജോയ്ഫുൾ ആയിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഫുൾ ഓഫ് ജോയ്ഫുൾ എവറിത്തിങ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നൊരു ഫീൽ. എല്ലാം ആ ഡിവൈനുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട്. ഇനി 10ാമത്തെ ഫൈനൽ പോയിന്റ് നമുക്ക് നോക്കാം. യുവർ ഡ്രീം ഈസ് കണക്റ്റഡ് ടു യുവർ ലൈഫ്. അതായത് നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ ആ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിതമായിട്ട് കണക്റ്റ് ആവും, അല്ലെങ്കിൽ ആ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി മാറുകയും ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. സോ ഈ സ്വപ്നങ്ങൾ കാണുമ്പം എല്ലാ സ്വപ്നങ്ങളും നടക്കാറില്ല. ചില സ്വപ്നങ്ങൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ മറന്നു പോകാറുണ്ട്. ചില സ്വപ്നങ്ങൾ ആ കാര്യം നടക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകും, അയ്യോ ഇത് എപ്പോഴോ കണ്ടതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ അനുഭവിച്ച പോലെ ഒരു ഫീൽ ഉണ്ടാവും. സംടൈംസ് നമുക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഈ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വലി അവേക്ക് ആകുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ ഡ്രീം, അതായത് അവരുടെ ലൈഫിന് അടുത്ത നിമിഷം എന്താണ് പോകുന്നത്, ലൈക്ക് ഇൻറ്റ്യൂഷൻ പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഡ്രീം, അവരുടെ സ്വപ്നത്തിൽ ആ ഒരു കാര്യം കാണുകയും ആ സ്വപ്നം എങ്ങനെയായി മാറും, യാഥാർത്ഥ്യത്തിലേക്ക് മാറുകയും ചെയ്യും. ഇതാണ് നമ്മുടെ സ്പിരിച്വൽ അവേക്കിൻ്റെ 10 മെയിൻ പോയിൻറ്റ്സുകൾ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് നമുക്കിവിടെ സമയത്തിൻ്റെ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ 10 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ദൈവത്തിൻ്റെയും പ്രപഞ്ചശക്തിയുടെയും ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ആരോഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു.